വർഷങ്ങളായി മനസ്സിൻ്റെ താളുകളിൽ സൂക്ഷിച്ചു വെച്ച ഒരു സ്വപ്നത്തിലേക്കായിരുന്നു ആ യാത്ര. 12 വർഷത്തിലൊരിക്കൽ മാത്രം നീലപ്പട്ടുടുക്കുന്ന മൂന്നാറിലെ രാജമലയിലേക്ക്. കുടുംബത്തോടൊപ്പം അതിരാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. വഴിയോരങ്ങളിലെ മഞ്ഞിൻ കണങ്ങളും തണുത്ത കാറ്റും ഞങ്ങളെ മൂന്നാറിലേക്ക് സ്വാഗതം ചെയ്തു. വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡിനിരുവശവും പച്ച പുതച്ച തേയിലത്തോട്ടങ്ങൾ കണ്ണിന് വലിയൊരു വിരുന്നായിരുന്നു. രാജമലയിലേക്ക് അടുക്കും തോറും എൻ്റെ ഹൃദയമിടിപ്പ് കൂടി വന്നു. പുസ്തകങ്ങളിൽ മാത്രം വായിച്ചറിഞ്ഞ ആ നീലവസന്തം നേരിട്ട് കാണാൻ പോകുന്നതിൻ്റെ ആവേശം ഉള്ളിലുണ്ടായിരുന്നു. ദേശീയോദ്യാനത്തിൻ്റെ കവാടത്തിൽ നിന്നും വനം വകുപ്പിൻ്റെ ബസ്സിലാണ് ഞങ്ങൾ കുറിഞ്ഞിപ്പൂക്കൾ പൂത്തുനിൽക്കുന്ന മലനിരകളിലേക്ക് പോയത്. ബസ്സിൽ നിന്നിറങ്ങി കുത്തനെയുള്ള പാതയിലൂടെ മുകളിലേക്ക് നടക്കുമ്പോൾ ചുറ്റും മൂടൽമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് കാറ്റടിച്ച് മഞ്ഞുപാളികൾ മാറിമറിഞ്ഞത്. ആ കാഴ്ച കണ്ട ഞാൻ അത്ഭുതത്തോടെ അവിടെ തന്നെ നിന്നുപോയി. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മലനിരകൾ മുഴുവൻ നീലയും പർപ്പിളും കലർന്ന പൂക്കളാൽ മൂടിയിരിക്കുന്നു. പ്രകൃതി ആരോ വരച്ച മനോഹരമായ ഒരു ചിത്രം പോലെ. ആ താഴ്വരയിൽ നിന്ന് നോക്കുമ്പോൾ നീലാകാശവും നീലക്കുറിഞ്ഞി നിറഞ്ഞ മലനിരകളും തമ്മിൽ ഒന്നാകുന്നത് പോലെ തോന്നി. പൂക്കൾക്കിടയിലൂടെ പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ ഓടി നടക്കുന്ന വരയാടുകളെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. മനുഷ്യരെ ഭയക്കാതെ ഞങ്ങളുടെ തൊട്ടടുത്തുകൂടി അവ ശാന്തമായി നടന്നുപോയി. മലമുകളിലെ തണുത്ത കാറ്റേറ്റ് നീലക്കുറിഞ്ഞി പൂക്കളുടെ ഭംഗിയും ആസ്വദിച്ച് നിൽക്കുമ്പോൾ സമയം കടന്നുപോയത് അറിഞ്ഞതേയില്ല. ആ താഴ്വരയോടും പൂക്കളോടും യാത്ര പറഞ്ഞ് തിരികെ പോരുമ്പോൾ എൻ്റെ മനസ്സ് നിറയെ ആ നീലവസന്തത്തിൻ്റെ ഓർമ്മകൾ മാത്രമായിരുന്നു. പ്രകൃതിയുടെ ഈ മഹാവിസ്മയം ഒരിക്കലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല.